തിരുവനന്തപുരം നിയമത്ത വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞു മരിച്ച സംഭവത്തിൽ അറസ്റ്റ് ഇന്നുണ്ടാകും. ഭർത്താവ് നയാസിനെതിരെ നരഹത്യാ കുറ്റം ചുമത്താനാണ് സാധ്യത. അക്യുപങ്ക്ചർ ചികിത്സ നടത്തിയ ആൾക്കെതിരെയും കേസെടുത്തേക്കും. നയാസിനെതിരെ ഗുരുതര ആരോപണവുമാണ് ബന്ധുക്കളും ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, നയാസിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നയാസിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നരഹത്യ കുറ്റമടക്കം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗർഭം അലസിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ അത്തരം വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. എന്തായാലും നയാസിനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് ഒരു ആൾ വന്നിരുന്നു. അയാൾക്കെതിരെ സമാനമായ കേസുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിച്ചിരുന്നു. ഇത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇത്തരം നടപടികളിലേക്ക് കടക്കും. അത് നാളെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. ആധുനിക ചികിത്സ ഈ യുവതിക്കും കുഞ്ഞിനും നൽകാതെ യുവതി മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും വളരെ വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ തന്നെ ഉയർത്തിയിരുന്നു. നയാസ് വളരെ യാഥാസ്ഥിതികമായി പെരുമാറുകയും ഇത്തരത്തിൽ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നതിനുള്ള സമീപം സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ യുവതിക്കും കുഞ്ഞിനും മരണം സംഭവിച്ചതെന്ന ആരോപണം ബന്ധുക്കളും രാവിലെ ഉയർത്തിയിരുന്നു. ബന്ധുക്കളെ ഈ കാര്യം നയാസ് അറിയിച്ചിരുന്നുമില്ല. കാരണം ഈ ഇത്തരം യാഥാസ്ഥിതിക നടപടികളെ ചോദ്യം ചെയ്തിരുന്നത് കൊണ്ട് സ്വാഭാവികമായി ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല. ആശാ വർക്കർമാർ കൃത്യമായി അവിടെ എത്തി ആദ്യഘട്ടം മുതൽ ആശാ വർക്കർമാർ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത്തരം നടപടികളൊന്നും നയാസ് സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ മനഃപൂർവ്വം ഇത്തരത്തിലൊരു മരണത്തിലേക്ക് ഈ യുവതിയെയും കുഞ്ഞിനെയും തള്ളിവിടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇപ്പോൾ നയാസിനെതിരെ കേസെടുത്തിരിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.